ഞാൻ ഇന്നിവിടെ ഉണ്ടാക്കാൻ പോകുന്നത് ബ്രെഡും മുട്ടയും വെച്ചിട്ടുള്ള ഒരു സ്പെഷ്യൽ റെസിപ്പിയാണ്. ആദ്യമായിട്ട് ഇത് എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നമുക്ക് നോക്കാം. ഞാൻ ഇവിടെ എടുത്തിരിക്കുന്നത് 3 ബ്രെഡാണ്, 2 പുഴുങ്ങിയ മുട്ട, സവോള ചെറുതായിട്ട് അരിഞ്ഞത്, 2 പച്ചമുളക് ചെറുതായിട്ട് അരിഞ്ഞത്, അല്പം മസാല, ഇറച്ചി മസാലപ്പൊടി, ഒരു മുട്ട നന്നായിട്ട് അടിച്ചെടുത്തത്, ചെറിയ ജീരകം പൊടിച്ചെടുത്തത്, അല്പം ഉപ്പ്. ഇനി ഇതെങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നമുക്ക് നോക്കാം. ആദ്യമായിട്ട് നമ്മൾ ബ്രെഡ് മിക്സിയിലിട്ട് പൊടിച്ചെടുക്കുക. ഞാൻ മിക്സിയിൽ ബ്രെഡ് നന്നായിട്ട് പൊടിച്ചെടുത്തിട്ടുണ്ട്, മുട്ടയെ ഒന്ന് ഗ്രേറ്റ് ചെയ്ത് എടുത്തിട്ടുണ്ട്. ഇനി ഇതെങ്ങനെ തയ്യാറാക്കുന്നതെന്ന് നമുക്ക് നോക്കാം. ആദ്യമായിട്ട് മുട്ട ഗ്രേറ്റ് ചെയ്തിട്ട് നമ്മൾ ബ്രെഡ് പൊടിച്ചത് ഒന്ന് ഇട്ട് കൊടുക്കുക. ബ്രെഡ് പൊടിച്ചത് ഞാൻ ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതിനുശേഷം സവോള ചെറുതായിട്ട് അരിഞ്ഞത് അതും കൂടി ഇട്ട് കൊടുക്കുക. 2 പച്ചമുളക് എടുത്തത് അതും കൂടി ഇട്ട് കൊടുക്കുക. ചെറിയ ജീരകം പൊടിച്ചത് ഇട്ട് കൊടുക്കുക. അല്പം ഇറച്ചി മസാലപ്പൊടി ഇട്ട് കൊടുക്കുക. പിന്നെ ആവശ്യത്തിന് ഉപ്പ്. ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക. ഇപ്പം നന്നായിട്ട് ഞാൻ ഇത് എല്ലാം കൂടി മിക്സ് ചെയ്ത് എടുത്തിട്ടുണ്ട്. ഇതിൽ 2 സ്പൂൺ വെള്ളം ഒഴിച്ച് ഒന്നും കൂടി ഒന്ന് കുഴച്ചെടുക്കാൻ വേണ്ടിയിട്ട് മാത്രം 2 സ്പൂൺ മാത്രമേ ഒഴിക്കാവുള്ളൂ. വെള്ളം കൂടി പോകരുത്. ഇനി നമ്മൾ ഇവിടെ എല്ലാം കൂടി മിക്സ് ചെയ്തിരിക്കുന്നത് നമ്മൾ ഓരോ ഷേപ്പിൽ നമുക്ക് ഇഷ്ടമുള്ള ഷേപ്പിൽ ആക്കാൻ കേട്ടോ. ഞാനിപ്പോൾ തയ്യാറാക്കുന്നത് ഇങ്ങനെയാണ്. ഇനി ഇത് മുട്ടയിൽ ഒന്ന് എടുത്തതിന് ശേഷം നമ്മൾ ബ്രെഡ് പൊടിച്ച് വെച്ചിരിക്കുന്നതിനകത്ത് അങ്ങനെ നമ്മൾ തയ്യാറാക്കിയത് മൊത്തം 8 പീസാണ് നമുക്ക് കിട്ടിയിരിക്കുന്നത്. ഞാനിവിടെ ഒരു പാനിൽ വെളിച്ചെണ്ണ ഒഴിച്ച് വെളിച്ചെണ്ണ ചൂടാകാൻ വെച്ചിരുന്നു. വെളിച്ചെണ്ണ നന്നായി ചൂടായി വന്നിട്ടുണ്ട്. അതിലേക്ക് നമ്മൾ ഓരോന്നായി ഇട്ട് കൊടുക്കുക. ഞാനിപ്പോൾ ഇവിടെ 3 എണ്ണമേ ഇട്ടിട്ടുള്ളൂ. ബ്രെഡ് ആയതുകൊണ്ട് പെട്ടെന്ന് കരിഞ്ഞു പോകാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് നമ്മൾ തിരിച്ചു മറിച്ചിട്ട് ഇതൊരു ബ്രൗൺ നിറം ആകുന്നത് വരെ പൊരിച്ചെടുക്കുക. ഇപ്പോൾ റെഡിയായി വന്നിട്ടുണ്ട്. നമുക്ക് ഇത് എണ്ണയിൽ നിന്ന് ഒരു പാത്രത്തിലേക്ക് കോരി മാറ്റാവുന്നതാണ്. ഓരോന്നായി നമ്മൾ ഇങ്ങനെ തന്നെ ചെയ്തു. ഇങ്ങനെ നമ്മൾ ഇവിടെ എല്ലാം റെഡിയാക്കി കഴിഞ്ഞിരിക്കുന്നു. വൈകുന്നേരങ്ങളിൽ ചായയുടെ കൂട്ടത്തിൽ കഴിക്കാൻ വീട്ടിൽ തന്നെ എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റുന്ന ഒരു സ്നാക്സ് ആണ് ഇത്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഈ വീഡിയോ ഇഷ്ടമായി എങ്കിൽ ലൈക്കും ഷെയറും സബ്സ്ക്രൈബും ചെയ്യുക. അടുത്ത റെസിപ്പിയുമായി വീണ്ടും കാണും. ടാറ്റാ, ബൈ ബൈ, സീ യു.